ദൈവത്തിന് സ്തുതി. ലോകമെങ്ങുമുള്ള സുറിയാനി ഓർത്തഡോക്സ് സഭ, അതായത് യാക്കോബായ സുറിയാനി സഭ എന്ന് വിളിക്കപ്പെടുന്ന ഈ പരിശുദ്ധ സഭ കർത്താവിൻ്റെ കാലം മുതൽ ജീവിക്കുന്നു എന്നുള്ളത് സഭയ്ക്കും അതിൻ്റെ മക്കൾക്കും അഭിമാനകരമാണ്. വളരെ വിനയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. പഴയ നിയമം പരിശോധിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ തലമുറയാണ് ആ കാലത്ത് സഭ നിലനിൽക്കുന്നതിന് മുഖാന്തരമായി തീർന്നിട്ടുള്ളത്. അങ്ങനെ പരിശോധിച്ചാൽ ഈ കാലത്ത് എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാവുകയില്ല. പരിശുദ്ധ സഭ എല്ലാ തലങ്ങളിലും വളർന്നു വരികയാണ്. അത് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിലുള്ള ദൈവജനത്തിൻ്റെ വിശ്വാസവും പ്രത്യാശയും ത്യാഗപൂർണമായ ജീവിതവുമാണ്. പുറകോട്ട് നോക്കിയാൽ ഏറ്റവും ഒടുവിൽ കാലം ചെയ്ത പിതാക്കന്മാരും അവരിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട മലങ്കര സഭയുടെ പ്രകാശഗോപുരമായ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ തുടങ്ങിയുള്ള പിതാക്കന്മാരെ സ്മരിക്കാതിരിക്കാൻ ഒക്കുകയില്ല. ഈ വളർച്ചയുടെ കാരണക്കാർ അവരും കൂടെയാണ്. യേശുക്രിസ്തു സംസാരിക്കുന്ന ഭാഷ, ശുദ്ധ ദൈവമാതാവ് സംസാരിച്ച ഭാഷ, അപ്പോസ്തലന്മാർ ആരാധന എഴുതിയുണ്ടാക്കിയ ഭാഷ, ആ ഭാഷയിൽ ആരാധിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരുമായ ഒരു വിഭാഗമാണല്ലോ നമ്മുടെ സഭ. യേശുക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ച സിഹിയോൻ മാളികയിൽ 4 മാസം മുൻപ് ബലഹീനായ ഞാനും പരിശുദ്ധ സഭയിലെ 6 മെത്രാപ്പൊലീത്തന്മാരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ 2000 വർഷം മുൻപ് യേശുക്രിസ്തു തുടങ്ങിവെച്ച, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തുടങ്ങിവെച്ച ആ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ഈ സഭയ്ക്ക് ഭാഗ്യം കിട്ടി. ലോകത്തിലെ ആദ്യത്തെ മൊണാസ്ട്രി നിനുവായിലെ മോർ മത്തായിയുടെ ദേറായാണ്. രണ്ടാമത്തേത് ടർക്കിയിലെ കുർക്കുമ ദേറായാണ്. മൂന്നാമത്തേത് ടർക്കിയിലെ മിദ്യാത്തിനടുത്തുള്ള കാർത്തിമിനിലെ ദേറായാണ്. കാർത്തിമിനിലെ മോർ ഗബ്രിയേൽ ദേറായിൽ 7000 പേർ വരെ സന്യസ്തർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ചരിത്രമാണല്ലോ ഉള്ളത്. ഈ സഭയുടെ പഴക്കവും പാരമ്പര്യവും പരിശുദ്ധതയും ഈ കാരണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടുകയാണ്. ഈ കാലത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ 1-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പുതിയ പകർപ്പ് ഈ സഭയിൽ ഇന്ന് കാണാം. എല്ലാ പള്ളികളിലും നിറച്ച് ആളുകളാണ്. പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാരെ കൊണ്ട് പള്ളികൾ നിറഞ്ഞിരിക്കുകയാണ്. വലിയ പള്ളികൾ പണിയപ്പെടുമ്പോൾ ആ പള്ളികളൊക്കെ നിറച്ച് ദൈവജനം കൂടി വരുമ്പോൾ ആരാധനയിൽ കൂടെ ഈ സഭ വളരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പരിഷ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായി അറിയപ്പെടുന്ന സമ്പദ് സമൃദ്ധമായ അമേരിക്കയിലുള്ള യാക്കോബായ സുറിയാനി സഭയിലെ ദൈവമക്കൾ, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ പ്രാർത്ഥിക്കുന്നവരും നോമ്പ് നോക്കുന്നവരും അപ്പനെയും അമ്മയെ അനുസരിക്കുന്നവരുമായ ഒരു തലമുറയുണ്ട്.
ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം, അതിൻ്റെ വളർച്ചയുടെ ആരംഭം കുടുംബങ്ങളിൽ നിന്നാണല്ലോ. കുടുംബ പ്രാർത്ഥനയും ഇന്ന് സമർത്ഥമായി നടക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ പൊന്നുനാമത്തിന് സ്തുതി കരേറ്റുവീൻ എന്ന സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്കും പറയുവാൻ കഴിയുന്ന ഒരു അനുഭവമാണിത്. ഒപ്പം ചിന്തിക്കുമ്പോൾ വരുന്ന തലമുറ ഈ സഭയ്ക്ക് വലിയ സമ്പത്തായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പോഴത്തെ പരിശുദ്ധ പത്രിക്കീസ് ബാവ, പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖായ് ഐവാസ് തിരുമനസ്സുകൊണ്ട് ലോക ചരിത്രത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് 25 വർഷം കൊണ്ട് 250 വർഷത്തിൻ്റെ വളർച്ചയ്ക്ക് പത്രോസിൻ്റെ പിൻഗാമിയായിരുന്നുകൊണ്ട് അനുഗ്രഹിക്കുവാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. ആ പരിശുദ്ധ പിതാവിനെ പോലെ ഒരു തലവൻ്റെ കീഴിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള മഹാഭാഗ്യം പാപിയായ എനിക്കും ലഭിച്ചു. ഞാൻ ദൈവമക്കളെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ ഓളം മെത്രാപ്പൊലീത്തന്മാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ള ഒരു കാലം ഈ സഭയ്ക്കില്ലല്ലോ ഇന്ത്യയിൽ. അതോടൊപ്പം തന്നെ ഭദ്രാസനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. പള്ളികളുടെ എണ്ണവും അതിവേഗത്തിൽ വർദ്ധിച്ചു വരുന്നു. രാപ്പകൽ സഭയ്ക്ക് വേണ്ടി ഓടുന്ന പ്രധാനാചാര്യന്മാരുടെ ഗണം അവരുടെ അത്യുത്സാഹം കണ്ട് ഇതര സമുദായങ്ങളും സഭകളും സന്തോഷിക്കുകയാണ്. ത്യാഗം സഹിച്ച് സഭയ്ക്ക് വേണ്ടി സഭയെ ആരാധനയിൽ കൂടെ വളർത്തുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ ഗണം അവർ സഹിക്കുന്ന ത്യാഗം, കഷ്ടപ്പാടുകൾ ഈ സഭയുടെ വളർച്ചയ്ക്ക് നിദാനമാണ്. ധ്യാനയോഗങ്ങൾ, കൺവെൻഷനുകൾ, ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ, ഇവയിൽ കൂടെ യുവതി യുവാക്കന്മാർ എന്ത് ത്യാഗവും സഹിച്ച് ഈ സഭയെ വളർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ രഹസ്യം അപ്പോസ്തലന്മാർക്ക് സിഹിയോൻ മാളികയിൽ നിന്ന് യേശുക്രിസ്തു കൽപ്പിച്ച ശുദ്ധമുള്ള ലൂക്കോസ് 24:49 ഉയരത്തിൽ നിന്ന് ശക്തി വരുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ കാത്തിരിപ്പി. അന്ന് ലഭിച്ച ആ ശക്തി ഈ സഭയുടെ മക്കൾക്ക് ദൈവം കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് SOCM ഫാറം. അതിൽ നിന്ന് അതിൻ്റെ 8ാമത്തെ വാർഷികം ആഘോഷിക്കാനായിട്ട് ഈ സഭ ഒരുങ്ങുമ്പോൾ ഒരു റേഡിയോ പ്രോഗ്രാം കൂടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഇൻ്റർനെറ്റ് വഴിയുള്ള ഈ റേഡിയോ പ്രോഗ്രാം സഭയ്ക്ക് ഒരു പുതിയ ജീവനും ചൈതന്യവും പകർന്നു കിട്ടും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ലേഖനങ്ങൾ എഴുതിയും വാർത്തകൾ പ്രചരിപ്പിച്ചും ഈ സഭയെ വളർത്തുന്ന SOCM ഫാറത്തിൻ്റെ പ്രവർത്തകരെ അനുമോദിക്കുമ്പോൾ തന്നെ ഇൻ്റർനെറ്റ് വഴിയുള്ള റേഡിയോ പ്രോഗ്രാമിന് കഠിനാധ്വാനം ചെയ്യുന്ന, ത്യാഗം സഹിക്കുന്ന ദൈവമക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് സഭയുടെ വളർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ തന്നെ സഭയ്ക്ക് ഫോറിൻ അഫയേഴ്സ്, ബിബ്ലിക്കൽ അക്കാഡമി, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വലിയ വലിയ ധ്യാനമന്ദിരങ്ങൾ, മഹാവലിയ പ്രസ്ഥാനങ്ങളൊക്കെയും ഈ കൂട്ടത്തിൽപ്പെടുന്നതാണ്. SOCM ഫോറത്തിൻ്റെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് വഴി ഇതൊരു റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുന്നതിനുള്ള പരിശ്രമിക്കുന്ന പ്രവർത്തകരെല്ലാം
വളരെ വിനയത്തോടെ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാതിരിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അനുഭവമാക്കിക്കൊണ്ട് അവിടുന്ന് തരുന്ന അയക്കുന്ന കാര്യസ്ഥനും വഴി നടത്തുന്നവനുമായ പരിശുദ്ധാത്മാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പിതാവാം ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റിക്കൊണ്ട് ഇന്ന് സഭയുടെ ആസ്ഥാനമായ പാത്രിക സെൻറ്ററിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെയും എഡിറ്റ് ചെയ്യുന്ന ആരുടെയും പേരെടുത്ത് പറയാതെ ദൈവമക്കളെ നന്ദിയോടെ സ്മരിച്ചിട്ട് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സഭയുടെ ഈ വളർച്ചയിൽ നകളിക്കാതെ വിനയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കണമെന്നും ഇതുപോലുള്ള മാധ്യമങ്ങൾ വഴിയുള്ള പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർ ചെയ്തും സഹായങ്ങൾ ചെയ്തു കൊടുത്തും പരിശുദ്ധ സഭയെ വളർത്തുവാൻ അനേകം ദൈവമക്കൾക്ക് ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കാലം ചെയ്ത പരിശുദ്ധ പിതാക്കന്മാരെയൊക്കെയും ഓർക്കുകയും ഈ നാളുകളിൽ സഭയെ വളർത്തുന്ന പരിശുദ്ധ പത്രിക്കീസ് ബാബായെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ത്യാഗം സഹിക്കുന്ന അഭിമന്യ തിരുമേനിമാരായ പ്രധാനാചാര്യന്മാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ത്യാഗം സഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിനയത്തോടെ നിർത്തുന്നു. അപ്പോൾ തന്നെ ദൈവം ചെയ്ത ഭാഗ്യങ്ങളെ ഓർക്കുന്നു. വാർഷിക വരുമാനത്തിൻ്റെ 10% പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി അതിൻ്റെ മനോഗുണ പ്രവൃത്തികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് സാധു സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ള തീരുമാനം നടപ്പിൽ വരുത്തുന്ന ഒരു സഭയായി ഇത് ഇനിയും വളർന്ന് ഹോശായ പ്രവചനം 14:5 മുതൽ പറയും പോലെ ഞാൻ ഇസ്രയേലിന് മഞ്ഞ് പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്തിലെ ബാനോന്മനം പോലെ വേരുമെന്നും അതിൻ്റെ കൊമ്പുകൾ പടരും, അതിൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ ഭംഗി പോലെ ഇരിക്കും. യഹോവയുടെ ജനം അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള തിരുവചനം ഇന്ന് നിവൃത്തിയാക്കപ്പെടുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.